ഹായ് ഗൈസ്. ചില മ്യൂസിക് റിലേറ്റഡ് ഓർ സിനിമ റിലേറ്റഡ് കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് അത് കുറച്ച് തുറന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് വരും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ തന്നെയുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കാലം മുമ്പ് ഞാൻ പണ്ട് 90s ആസ്വദിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ട് വീണ്ടും കേട്ട് മറന്ന് വീണ്ടും കേൾക്കാനിടയായി. എനിക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും കേൾക്കാനിടയായപ്പോൾ സംഭവം പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ ആ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും ഭയങ്കര ഇഷ്ടത്തോടെ കേൾക്കുമ്പോഴും പക്ഷേ ആ പാട്ടിലെ ഒരു പർട്ടിക്കുലർ പോർഷൻ ഒട്ടും ആസ്വദിക്കാൻ പറ്റാത്ത ഒരു 10 to 15 seconds എനിക്ക് അത് ഭയങ്കരമായിട്ട് അനോയിങ് ആയിരുന്നു. ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ ആ ഒരു 10 to 15 seconds ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അങ്ങനെ ഒരു പാട്ടാണത്. 80s 90s കിഡ്സിന് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് നന്നായിട്ട് അറിയാം. ഈ നല്ല ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. കലൈഞ്ചർ സിനിമയിൽ കമലഹാസനും ഫെറീനും ആക്ട് ചെയ്യുന്നൊരു പാട്ട്. ഇളയരാജ സാറ് മ്യൂസിക്, വാലി സാറ് എഴുത്ത്, ദാസാറും ജാനകിയമ്മയും കൂടി ചേർന്ന് പാടിയൊരു പാട്ട്. നല്ല ബ്യൂട്ടിഫുൾ സോങ്. എന്ത് നെഞ്ചിൽ നീങ്കാത തെன்றൽ നീതാനാ, എണ്ണം എങ്കും നീ പാടും ധിരുതില്ലാനാ, இசையின் ஸ்வரங்கள் தேனா, இசைக்கும் குயில் നീതാനാ. ആ പാട്ട് അതിൽ ചരണത്തിൻ്റെ ജസ്റ്റ് മുമ്പേ ഒരു 10 to 15 seconds ഒരു ഹമ്മിങ് വരുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹമ്മിങ് വരുന്നുണ്ട്. എനിക്ക് ആ ഹമ്മിങ്, ആ ഒരു 10 to 15 seconds പോർഷൻ ഒട്ടും കൺവിൻസിങ് ആയി തോന്നുന്നു. ഇഷ്ടമേ അല്ല. ഈ പാട്ടിൻ്റെ മൂഡും ഈ പാട്ടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും ഈ പിക്ചറൈസേഷനിൽ പോലും ആ പാട്ടും ഈ പെർട്ടിക്കുലർ പോർഷൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ അത് കേൾക്കുമ്പം നല്ല അനോയിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇളയരാജ സാറാണ് പാടിയിരിക്കുന്നത്. പക്ഷെ ആ ദാസാറും ജാനകിയമ്മയും നന്നായിട്ട് ഇങ്ങനെ ലയിച്ച് പാടി നമ്മളത് കേട്ടിങ്ങനെ ആസ്വദിക്കുമ്പോൾ ആ ഒരു പെട്ടെന്ന് ആ ഒരു ചരണത്തിന് ജസ്റ്റ് മുമ്പ് ആ ഒരു പോർഷൻ കേൾക്കുമ്പോൾ വല്ലാത്ത അനോയിങ് ആയിരുന്നു എനിക്ക്. അത് ഞാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അനോയ്മെൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി കേൾക്കുമ്പോൾ സെയിം ഫീലിംഗ്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി അയ്യോ എന്തിനാണ് ഈ കടുങ്കൈ ചെയ്തത്, ബട്ട് വൈ എന്തിനാണ് അങ്ങനെ ചെയ്തത്, ദാസാർ തന്നെ പാടിയാൽ പോരായിരുന്നില്ലേ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടോ? അതായത് ഫേവറേറ്റ് സോങ് ആണ്, പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഏതൊരു ഭാഗം നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല, ബട്ട് സ്റ്റിൽ യു ലവ് ദാറ്റ് സോങ്, ബട്ട് ദാറ്റ് സ്മോൾ പോർഷൻ ഇസ് റിയലി അനോയിങ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം.